ഹായ് ഹലോ എല്ലാവർക്കും ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു കുഞ്ഞു ബാസ്ക്കറ്റാണ്. അപ്പോൾ ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് 4 ചെയിൻസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു ബാസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു കട്ടി ഉള്ള അതുപോലെ തുന്നാൻ വേണ്ടിയിട്ട് ഒരു നേരെ യാൻ ആയതുകൊണ്ട് ഞാൻ ഇവിടെ 2 യാൻ എടുത്തിട്ടുണ്ട്. ഒരേ കളറ് ഞാൻ 2 എടുത്തിട്ടാണ് തുന്നുന്നത്. ഓക്കെ, 4 ചെയിൻ ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റത്തെ ചെയിനിനുള്ളിലൂടെ ഞാൻ കൊളുത്ത് വലിച്ചെടുത്തിട്ട് അവിടെ ഒരു റൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. 2 ലൂപ്പിലൂടെയും പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു കുഞ്ഞു റൗണ്ട് അവിടെ കിട്ടും. ഇനി ആ റൗണ്ടിനുള്ളിലൂടെയാണ് നമ്മൾ സർക്കിൾ ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് സിംഗിൾ ക്രോഷേ കൊടുത്താൽ മതി. 12 സിംഗിൾ ക്രോഷേ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും പെട്ടെന്ന് കാണാൻ പറ്റുകയും ചെയ്യുന്നു. അപ്പോൾ 12 സിംഗിൾ ക്രോഷേ കൊടുക്കുക ആ റൗണ്ടിന് ചുറ്റുമായിട്ട്. അപ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടും. സർക്കിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ആ ടൈലൊന്ന് വലിച്ചിട്ട് ഒന്ന് ഫിറ്റ് ആക്കണം. ആ ഒരു റൗണ്ട് കുറച്ച് ചെറുതായിട്ട് വരാൻ വേണ്ടിയിട്ട് അത് വലിച്ച് ഫിറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിലൂടെ ഞാൻ വലിച്ചു കൊണ്ടുവന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. എന്നിട്ട് 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡബിൾ ക്രോഷേ ആണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓരോ ചെയിനിലും ഈ 2 ഡബിൾ ക്രോഷേ നമുക്ക് കൊടുക്കാം. ഇനി അത് ഒന്ന് കൊടുക്കണമെങ്കിൽ 1 കൊടുത്തിട്ട് ആദ്യത്തെ റൗണ്ടിൽ 1 കൊടുത്തിട്ട് രണ്ടാമത്തെ റൗണ്ട് മുതൽ 2 കൊടുത്തു തുടങ്ങിയാൽ മതി. ഇതിപ്പം ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഓരോ ചെയിനിലും 2 ഡബിൾ ക്രോഷേ വീതം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് റൗണ്ട് ഫുള്ളാക്കുക. ബാക്കിയുള്ള ചെയിൻസിലും കൂടി അങ്ങനെ ചെയ്യുക. എന്നിട്ട് ആ റൗണ്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയിനിൽ ഫസ്റ്റിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിനിൻ്റെ ഉള്ളിലൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. ഇതിനായിട്ട് ചെയിനിലൂടെ കൊളുത്തി വലിച്ചിട്ട് ലൂപ്പിലൂടെ പുറത്തേക്ക് എടുത്താൽ മതി. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇനി 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ടാമത്തെ റൗണ്ട് ഉണ്ടാക്കുക. ഇതേപോലെ തന്നെ ഇവിടെ ഒരു കുഞ്ഞ് ബാസ്ക്കറ്റാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് കുറച്ച് റൗണ്ട് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് എത്ര വേണം എന്ന് വെച്ചാൽ അത്രയും റൗണ്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ബാസ്ക്കറ്റ്. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ട് തുന്നി ആ റൗണ്ട് കൂടി ഫുള്ളാക്കുക. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ കുറച്ചുകൂടെ റൗണ്ട് ആഡ് ചെയ്തു. 1 2 3 റൗണ്ട് ആഡ് ചെയ്ത് കൊടുത്തു.
എന്നിട്ട് ഇനി ഒരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയിനിൻ്റെ ബാക്ക് ലൂപ്പിലൂടെയാണ് ഇനി തുന്നാൻ വേണ്ടി പോകുന്നത്. ആ 2 ഭാഗത്തൂടെയല്ല, ബാക്കിലൂടെ മാത്രമായിട്ടാണ് ഇനി തുന്നേണ്ടത്. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. ഇപ്പം നമുക്ക് റൗണ്ട് ഉണ്ടാക്കി, ഇനി ബാസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് ലൂപ്പിലൂടെയാണ് ഇനി നമ്മൾ സിംഗിൾ ക്രോഷേ കൊടുക്കേണ്ടത്. അത്രയും ചെയിനിലൂടെ ഫുള്ളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുന്നിക്കൊടുക്കണം. ഇങ്ങനെ ബാക്ക് ലൂപ്പിലൂടെ തുന്നിക്കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരൊറ്റ തുന്നൽ മാത്രം ചെയ്താൽ മതി. ഒറ്റ സ്റ്റിച്ച് അത് മാത്രം ചെയ്താൽ തന്നെ ആ ഒരു ഷേപ്പിൽ ഇനി തുന്നുമ്പോൾ ആ ഷേപ്പിൽ വരും. ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെയും സാധാരണ പോലെ ആദ്യം ചെയ്ത പോലെ ആദ്യത്തെ 3 റൗണ്ടിൽ ചെയ്ത പോലെ സാധാരണ കൊടുത്താൽ മതി. സാധാരണ ചെയിനിലൂടെയും തുന്നിയെടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ഷേപ്പിൽ ഇപ്പോൾ കിട്ടി. നമ്മളിപ്പോൾ ചെയ്തത് ഈ ഒരു സ്റ്റിച്ചാണ്. അന്നേരം ഇങ്ങനെയാണ് അതിൻ്റെ ഉൾവശം വരുന്നത്. ആ ഒരു സ്റ്റിച്ചാണ്. പിന്നെ സാധാരണയായിട്ട് കണ്ടിന്യൂ ചെയ്യുക, സാധാരണ നമ്മൾ ആദ്യം ചെയ്ത പോലെ. ഇത് ഞാൻ ഇവിടെ 1 2 3 4 റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ നമുക്ക് ഇനിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിന് പിടി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയതാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ റൗണ്ടൊക്കെ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒക്കെ ചെയ്താൽ മതി. ഇവിടെ ഒരു കുഞ്ഞി ബാസ്ക്കറ്റ് ഉണ്ടാക്കേണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രമാത്രം റൗണ്ട് ആഡ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് പിടി ഉണ്ടാക്കി കൊടുക്കണം. ഒന്നുകിൽ ഒറ്റ പിടി ഉണ്ടാക്കി കൊടുക്കാം, അതായത് നമ്മൾ പൂക്കോട്ടൊക്കെ ചെയ്ത പോലെ, ഫ്ലവർ വേസിനൊക്കെ ചെയ്ത പോലെ ഒറ്റ ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ രണ്ട് വശത്തായിട്ട് 2 പിടിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഞാനിവിടെ 2 വശത്തായിട്ട് ബാസ്ക്കറ്റിന് കൈ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയിൻസ് ആഡ് ചെയ്യുന്നുണ്ട്. 10 ചെയിൻ ആഡ് ചെയ്തെടുത്തു. നമുക്ക് ഇഷ്ടമുള്ളത്ര ചെയ്യാം കേട്ടോ. കുറച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 10 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 6 ചെയിൻ വിട്ട് 7ാമത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെയാണ് സിംഗിൾ ക്രോഷേ കൊടുക്കാൻ വേണ്ടി സിംഗിൾ ക്രോഷേ അല്ല, ഡബിൾ ക്രോഷേ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഏഴാമത്തെ ചെയിനുള്ളിലൂടെ ഡബിൾ ക്രോഷേ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ സാധാരണ പോലെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഡബിൾ ക്രോഷേ തന്നെ കൊടുത്തിട്ട് നെക്സ്റ്റ് വശത്ത് എത്തുമ്പോൾ സെയിം വശത്ത് എത്തുമ്പോൾ 2ാമത്തെ പിടി ആഡ് ചെയ്ത് കൊടുക്കണം. സാധാരണ പോലെ ഡബിൾ ക്രോഷേ കൊടുത്താൽ മതി. 2ാമത്തെ ബാൻഡ് ഉണ്ടാക്കുന്നത്ര വരെ ഡബിൾ ക്രോഷേ കൊടുക്കുക.
ഇനി രണ്ടാമത്തെ പിടിക്ക് വേണ്ടിയിട്ട് സെയിം സ്ഥലത്ത് എത്തുമ്പോഴേക്കും നമ്മൾ ആദ്യം ഉണ്ടാക്കിയ അത്ര തന്നെ ചെയിൻ, അതായത് 10 ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 10 ചെയിൻ തന്നെ എവിടെയും ഉണ്ടാക്കിയിട്ട് 6 ചെയിൻസ് വെച്ചിട്ട് 7ാമത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഡബിൾ ക്രോഷേ ചെയ്ത് അത് നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തു. ഇനി ഒരു റൗണ്ട് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ആ ഇതിൻ്റെ പിടിക്ക് കുറച്ച് ഒരു വണ്ണത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് കൂടി ആഡ് ചെയ്യേണ്ടി വന്നു. ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു റൗണ്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നൊന്നല്ല, 1-2 റൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒറ്റ മാത്രമേ ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. ഓക്കെ, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ചെയിനിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഓരോ ചെയിനിൽ ആ പിടിയുടെ ഓരോ ചെയിനിലൂടെയും ഡബിൾ ക്രോഷേ കൊടുത്താൽ മതി. ഓക്കെ, ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനിവിടെ നോട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ കുറച്ച് വണ്ണത്തിലുള്ള കൈ തന്നെ നമുക്ക് കിട്ടി. ബാസ്ക്കറ്റിൻ്റെതും ഒരു കുഞ്ഞ് ബാസ്ക്കറ്റാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിവിടെ നോട്ട് ചെയ്യാം. നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ചെയിനിലൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഒരു ചെയിൻ കൊടുത്തിട്ട് നോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.